ശരിക്കും ഇതിൽ ഏറെ ആരാണ്? രാഹുൽ മാങ്കൂട്ടത്തിലാണോ അതോ ലക്ഷ്മിയാണോ? ഇരയാക്കപ്പെട്ടത് ആരാ ശരിക്കും? അല്ല, രാഹുലിന്റെ കാര്യം നമുക്ക് മാറ്റിവെക്കാം. കാരണം മറ്റൊരു വ്യക്തിക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളായി ഏറിൽ നിൽക്കുകയാണ്. അതിലൊരു പരാതി വരാത്തിടത്തോളം നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഒന്നും പറയേണ്ട ആവശ്യമില്ല ഈ ഘട്ടത്തിൽ. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അവര് അത് പോലീസിനെ സമീപിക്കണം എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു വിഷയത്തിൽ വ്യക്തിപരമായി എന്നെ വലിച്ചിഴച്ച് അതിനകത്ത് ഒരു സൈബർ സ്പേസ്, ഞാൻ ഇര എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, പക്ഷെ അതിൽ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഞാൻ 40 വയസ്സായ സ്ത്രീയാണ്, എനിക്ക് +1 പഠിക്കണ ഒരു മകനുണ്ട്, എനിക്ക് അത്യാവശ്യം ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ബോധമുള്ള ഒരാളാണെന്നെങ്കിലും ഈ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ ആലോചിക്കണം. എനിക്കെതിരെ എന്തെങ്കിലും വന്നാൽ നേരെ പോലീസിൽ പോയി പരാതിപ്പെടാനുള്ള ആർജവം എനിക്കുണ്ട്. എനിക്ക് ഒന്നും നോക്കാനില്ല സത്യത്തിൽ. എൻ്റെ കുടുംബവും അതിനൊപ്പം നിൽക്കും. എനിക്കെതിരെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനുശേഷം വന്നിട്ടുള്ള വീഡിയോയിലൊക്കെ പറയുന്നത് വേറെ ഇരകളുണ്ട്, പക്ഷെ ഇവർ അങ്ങനെയല്ല, ഇവർ ഇങ്ങനെ ഇവരുടെ കൂടെ എപ്പോഴും റിലേഷൻ ഉള്ള ആളാണ് എന്ന് പറയുന്ന മട്ടിലാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്.